കേരള സർവകലാശാല സിൻഡിക്കേറ്റ് യോഗം നാളെ എന്ന വാർത്ത വരുന്നു. രാവിലെ 11 മണിക്ക് യോഗം ചേരും. രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്തടക്കമുള്ള വിഷയങ്ങൾ യോഗത്തിൽ ചർച്ച ചെയ്യും. റിനു ശ്രീധർ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന്. റിനു, എന്തൊക്കെയാണ് വിവരങ്ങൾ? ഉന്മേഷ, നാളെ രാവിലെ 11 മണിക്കാണ് കേരള സർവകലാശാല ആസ്ഥാനത്ത് വെച്ച് തന്നെ സിൻഡിക്കേറ്റ് യോഗം ചേരുന്നത്. നമുക്കറിയാം, സിൻഡിക്കേറ്റ് യോഗം ചേരണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഇടത് അനുകൂല സിൻഡിക്കേറ്റ് അംഗങ്ങൾ വൈസ് ചാൻസലറുടെ ചുമതലയുള്ള സിസ തോമസിന് ഇന്ന് കത്ത് നൽകുകയും അവർ വിവിധ ആവശ്യങ്ങൾ ഉന്നയിക്കുകയും ചെയ്തിരുന്നു. മാധ്യമങ്ങളോടടക്കം അവർ പ്രതികരിക്കുകയും ചെയ്തിരുന്നു. ആവശ്യം കൂടി പരിഗണിച്ചുകൊണ്ടാണ് വൈസ് ചാൻസലറുടെ ചുമതലയുള്ള സിസ തോമസ് സിൻഡിക്കേറ്റ് യോഗം വിളിച്ച് ചേർത്തിരിക്കുന്നത്. നമുക്കറിയാം, സെനറ്റ് ഹാളിൽ വെച്ച് നടന്ന പരിപാടിയിൽ ഭാരതാംബയുടെ ചിത്രം പ്രദർശിപ്പിച്ചതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ രീതിയിലുള്ള വിവാദം ഉണ്ടാവുകയും രജിസ്ട്രാർക്കെതിരെ നടപടിയെടുക്കുകയും ചെയ്തിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. ഈ സിൻഡിക്കേറ്റ് യോഗത്തിൽ കൃത്യമായി തന്നെ ഈ രജിസ്ട്രാർക്ക് എതിരെ എടുത്ത നടപടി റദ്ദ് ചെയ്യാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. മറ്റൊന്ന്, ഹൈക്കോടതി ഈ വിഷയത്തിൽ ഇടപെടുന്ന ഒരു സാഹചര്യവും ഉണ്ടായിട്ടുണ്ട്. കൃത്യമായിട്ടുള്ള ഒരു മറുപടി ഹൈക്കോടതിയിൽ നൽകേണ്ടതായിട്ടുണ്ട്. അത് സിൻഡിക്കേറ്റ് യോഗം ചേർന്ന് കൃത്യമായി ആലോചിച്ച് ആ സിൻഡിക്കേറ്റിൽ ഉയർന്നു വരുന്ന അഭിപ്രായം മാത്രമേ ഹൈക്കോടതിയിൽ അറിയിക്കാവൂ എന്നുള്ള ഒരു ആവശ്യം കൂടി ഇടതനുകൂല സിൻഡിക്കേറ്റ് അംഗങ്ങൾ മുന്നോട്ട് വെച്ചിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഈ യോഗം ചേരണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഇവർ കത്ത് നൽകിയത്. അത് അംഗീകരിച്ചിരിക്കുന്നു. നാളെ രാവിലെ 11 മണിക്ക് സിൻഡിക്കേറ്റ് യോഗം ചേരുകയും ചെയ്യുമെന്നുള്ളതാണ്. എന്നാൽ ഇടതനുകൂല സംഘടനകളെല്ലാം തന്നെ വലിയ രീതിയിൽ സമരാഭാസം നടത്തുകയാണെന്നും കുട്ടികളടക്കം ഈ സർവകലാശാലയിൽ വിവിധ ആവശ്യങ്ങളുമായി എത്തുന്നതാണ്. അവിടെ സമരനാടകം കളിച്ച സിൻഡിക്കേറ്റ് അല്ലെങ്കിൽ സർവകലാശാലയുടെ സമാധാനം കെടുത്തുന്നു എന്നുള്ളതാണ് BJP അനുകൂല സിൻഡിക്കേറ്റ് അംഗങ്ങൾ ഇന്ന് മാധ്യമങ്ങളോട് പറഞ്ഞത്. എന്തായാലും സിൻഡിക്കേറ്റ് വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട്, അതായത് സെനറ്റ് വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ രീതിയിലുള്ള ഒരു ഇടപെടൽ ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. തുടർന്നാണ് രജിസ്ട്രാറെ ഉൾപ്പെടെ സസ്പെൻഡ് ചെയ്ത് ഇന്ന് ഇപ്പോൾ കണ്ണൂരിലും കോടതിയിൽ വരെ എത്തുന്ന ഒരു വിഷയം കൂടിയാണല്ലോ ഈ രജിസ്ട്രാറുടെ സസ്പെൻഷൻ എന്ന് പറയുന്ന ആ വാദമുഖങ്ങൾ കഴിഞ്ഞ ദിവസം കോടതിയിൽ അവതരിപ്പിക്കാൻ നമ്മൾ കേട്ടതാണ്. കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായ ചോദ്യങ്ങൾ നമ്മൾ കേട്ടതാണ്. അപ്പോൾ ഈ സിൻഡിക്കേറ്റ് യോഗം നാളെ ചേരുമ്പോൾ അതിന്റെ പരിഗണനയ്ക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് വരിക? എന്ത് തീരുമാനമാണ് അതിൽ പ്രതീക്ഷിക്കേണ്ടത്, റിനു? തീർച്ചയായും, അതായത് ഉന്മേഷ, ഈ ഭാരതാംബയുടെ ചിത്രം സെനറ്റ് ഹാളിലെ പരിപാടിക്ക് വെച്ചതുമായി ബന്ധപ്പെട്ട് നടന്ന തുടർ വിവാദങ്ങളെല്ലാം തന്നെ കൃത്യമായി സിൻഡിക്കേറ്റ് യോഗത്തിൽ ചർച്ചയാകും എന്നുള്ളത് തന്നെയാണ്. ഹൈക്കോടതിയിൽ ഈ വിഷയം ഉയർന്നു വരുന്നു. വിമർശനം ഉന്നയിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി രജിസ്ട്രാർക്കെതിരെ ഹൈക്കോടതി. പക്ഷേ ഈ ഹൈക്കോടതി സർവകലാശാലയോട് ഒരു വിശദീകരണം തേടിയിട്ട് ആ വിശദീകരണം നൽകുന്നത് കൃത്യമായി സിൻഡിക്കേറ്റ് യോഗം ചേർന്നതിന് ശേഷം ആ സിൻഡിക്കേറ്റ് യോഗത്തിൽ വരുന്ന അഭിപ്രായങ്ങൾ മാത്രമേ പറയാവൂ എന്നുള്ളൊരു ആവശ്യമാണ് ഈ ഇടത് അനുകൂല സിൻഡിക്കേറ്റ് അംഗങ്ങൾ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ആ ആവശ്യം പരിഗണിക്കുമോ ഇല്ലയോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. മറ്റൊന്ന്, ഈ രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്തതുമായി ബന്ധപ്പെട്ടുള്ള വിഷയം ഈ അസാധുവാക്കാൻ, അതായത് ഇടത് അനുകൂല സിൻഡിക്കേറ്റ് ഭൂരിപക്ഷമുള്ള സർവകലാശാല അതുകൊണ്ട് തന്നെ ഈ രജിസ്ട്രാർക്കെതിരെ എടുത്ത നടപടി റദ്ദാക്കുവാനുള്ള ഒരു സാധ്യതയുണ്ട് എന്നുള്ളത്. കാരണം ഈ വൈസ് ചാൻസലർക്ക് രജിസ്ട്രാർക്കെതിരെ നടപടി എടുക്കുവാൻ വേണ്ടി കഴിയില്ല എന്നുള്ളതാണ് സർവകലാശാല ചട്ടം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. സിൻഡിക്കേറ്റിന് മാത്രമാണ് ആ ഒരു തീരുമാനം എടുക്കുവാൻ കഴിയുക. അതുകൊണ്ട് തന്നെ ഈ വൈസ് ചാൻസലറുടെ നടപടി റദ്ദാക്കിക്കൊണ്ടുള്ള ഒരു തീരുമാനം സിൻഡിക്കേറ്റിൽ ഉണ്ടാകുമെന്നുള്ളത് ഉറപ്പാണ്. ശരി, റിനു ശ്രീധറാണ് തിരുവനന്തപുരത്ത് നിന്ന് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.